തൃശൂർ ഷോളയാറിൽ റോഡിൽ നിലയുറപ്പിച്ച് കാട്ടാന. അതിരപ്പള്ളി മലക്കപ്പാർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ, പരിചയമുള്ള പ്രശസ്തമായി അറിയപ്പെടുന്ന ആനകൾ വീണ്ടും രംഗത്തേക്ക് വരികയാണോ? എങ്ങനെയായിരുന്നു യാത്രാ തടസ്സം? എത്ര നേരം കാട്ടാന ഈ പാതയിൽ ഇതുപോലെ നിന്നു? തീർച്ചയായും സുജയ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാട്ടാനയുടെ ശല്യം വലിയ തോതിൽ യാത്രക്കാരെയും അതുപോലെ തന്നെ ഗതാഗതത്തേക്ക് സ്തംഭിപ്പിക്കുന്ന സ്ഥിതി തൃശ്ശൂർ അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിലുണ്ട്. കബാലി എന്ന കാട്ടാന വളരെ പ്രസിദ്ധമാണ്. ഇടയ്ക്കിടെ കബാലി റോട്ടിലിറങ്ങി നിൽക്കും, മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കും, പിന്നീട് കടന്നു പോകും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 2 മണിക്കൂറിലധികം അതിരപ്പള്ളി അതുപോലെ തന്നെ മലക്കപ്പാറ പാതയിൽ ഇറങ്ങി നിൽക്കുകയും പിന്നീട് വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യമുണ്ടായി. 2 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ട ശേഷമാണ് പിന്നീട് കാട്ടാന സ്വയം കാട്ടിലേക്ക് കയറി പോവുകയും പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. ഇത് ഇവിടെ സ്ഥിരം ഒരു സംഭവമായി മാറുകയാണ്. കബാലിക്ക് പുറമെ മറ്റ് ആനകളും വിവിധ ഘട്ടങ്ങളിലായി ഈ സംസ്ഥാന പാതക്കരികിൽ വരികയും വാഹനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാട്ടാന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നില്ല എന്നത് മാത്രമാണ് ഒരു ആശ്വാസം. സുജയ, ജെയ്സൺ ചാമവളപ്പിൽ ദൃശ്യങ്ങൾ നോക്കൂ. ആ റോഡിന്റെ മധ്യത്ത് നിലയുറപ്പിച്ചുകൊണ്ട് പതുക്കെ തീറ്റയെടുക്കുകയാണ് കാട്ടാന. ആനയുടെ ഒരു സ്ഥിരം സഞ്ചാരപാതയായി ഇങ്ങനെയുള്ള ഈ ഭാഗം മാറിയിട്ടുണ്ടോ? വനപാലകരൊക്കെ ഇവിടെയുള്ള യാത്രക്കാർക്ക് ഇതുവഴി കടന്നു പോകുന്നവർ വേഗത്തിലാണ് എത്തുന്നതെങ്കിൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പ് ഈ തൃശ്ശൂർ ഷോളയാർ റോഡിൽ പോകുന്നവർക്കൊക്കെ നൽകുന്നുണ്ടോ? തീർച്ചയായും സുജയ, കബാലിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതിരപ്പള്ളി വാഴച്ചാൽ അതുപോലെ തന്നെ മലക്കപ്പാറ പ്രദേശം എന്ന് പറയുന്നത് കൊടും കാടാണ്. വലിയ രീതിയിൽ ആനകളുള്ള സ്ഥലമാണ്. ഈ കാടിന് നടുവിലൂടെയാണ് യാത്ര എന്നത് തന്നെയാണ്. ഇത് ആനകളുടെ സഞ്ചാരപഥം തന്നെയാണ്. ആനത്താരകളാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ളത്. ആനകൾ വാഹനങ്ങളെ തടഞ്ഞു എന്ന് പറയുന്നത് ഒരു തെറ്റായ പദമായി മാറും. സത്യത്തിൽ ആനകൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ നിർത്തുന്നു. ചിലപ്പോൾ ആനകൾ കൂടുതൽ നേരം റോഡിനകത്ത് നിൽക്കും, നടുവിൽ നിൽക്കും, അതിനുശേഷം ആന കടന്നു പോകും. ഇതിനും അപ്പുറത്തേക്ക് ആനകളെ പ്രകോപിപ്പിക്കാൻ പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആന കടന്നു പോകുന്ന വഴി തന്നെയാണ്, കാടിന് നടുവിലാണ് ഈ റോഡ് എന്നതുകൊണ്ട് തന്നെ ആനയെ നമുക്ക് കുറ്റപ്പെടുത്താനാകില്ല. ആനയെ പ്രകോപിപ്പിക്കുന്ന യാത്രക്കാരാണ് ഒരു പരിധിവരെ ഇതിൽ കുറ്റക്കാർ എന്ന് പറയേണ്ടി വരും. ആന കടന്നു പോകുമ്പോൾ വാഹനം നിർത്തിയിടുക, ആന കടന്നു പോകുമ്പോൾ കടന്നു പോകുക എന്നതിനപ്പുറത്തേക്ക് ആനയെ കുറ്റപ്പെടുത്താനായിട്ട് ഒരു സാഹചര്യവും നിലവിലില്ല. സുജയ, ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കബാലി 1.5 മണിക്കൂർ ഈ നിൽപ്പങ്ങ് നിന്നു ഈ റോഡിൽ. തൃശൂർ ഷോളയാർ റോഡിലാണ് കാട്ടാന ഇങ്ങനെ നിന്നത്. അതിരപ്പള്ളി മലക്കപ്പാർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടത് 1.5 മണിക്കൂറോളം സമയമാണ്. ആന ആ വഴിയിൽ നിന്ന് തീറ്റ എടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂർ ഈ നിൽപ്പായിരുന്നു കബാലി.